നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്ന് തന്നതാ ബോസേ, നാവുണ്ടോന്ന് പരിശോധിക്കണ്ടേ? അപ്പൊ നിന്റെ ആ പഴയ ശൗര്യൊന്നും അടങ്ങിയിട്ടില്ലല്ലേ? അതെങ്ങനെ അടങ്ങാനാ ചന്ദ്രബോസേ? ഈ അണലി വർഗത്തിൽപ്പെട്ടൊരു പാമ്പുണ്ട്, സഞ്ചരിക്കുന്നത് വളരെ പതുക്കെയാ. പക്ഷെ കടിച്ച 100 മുകളിലോട്ട് എടുക്കുന്ന. കാർത്തിക് ജീവിച്ചിരിക്കുന്നു എന്നതിന് നമുക്ക് ഈ ബ്രേസ്ലെറ്റ് തെളിവായി ഹാജരാക്കാവുന്നതാണ്. പക്ഷേ ഇത് മാത്രം കാണിച്ചുകൊണ്ട് കോടതി വിശ്വസിക്കോ? ഇത് കിട്ടിയിരിക്കുന്ന സ്ഥലം മധുശ്രീയുടെയും ചന്ദ്രബോസിന്റെയും രഹസ്യ സങ്കേതമല്ലേ? അർജുനേട്ടനത് ഭംഗിയായി പ്രസന്റ് ചെയ്യാൻ പറ്റിയ നമുക്കത് വലിയൊരു തെളിവായി മാറും. ഹലോ മാഡം. അനു, കാർത്തികയെ ഒളിപ്പിച്ചിരുന്ന സ്ഥലം കണ്ടെത്തി. പക്ഷെ ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് കാർത്തിക അവരവിടെ നിന്ന് മാറ്റി. ഇനിയിപ്പോ എന്ത് ചെയ്യും മാഡം? അവിടെ നിന്നും കാർത്തികയുടെ ഒരു ബ്രേസ്ലെറ്റ് കിട്ടിയിട്ടുണ്ട്. കാർത്തിക ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവായി കല്യാണ ദിവസം അണിഞ്ഞിരുന്ന ഈ ബ്രേസ്ലെറ്റ് നമുക്ക് കോടതിയിൽ ഹാജരാക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഈ ബ്രേസ്ലെറ്റിന്റെ ഫോട്ടോ അനുവിനൊന്ന് അയക്കാം. ഒരു ജ്വല്ലറിയുടെ ഡീറ്റെയിൽസും. അനു അതിന്റെ ഓണറുമായിട്ടൊന്ന് സംസാരിക്കണം. എന്നിട്ട് അദ്ദേഹത്തിന്റെ നമ്പർ കളക്ട് ചെയ്ത് അയച്ചു തരണം. അനു ഇതെല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ട് നീക്കണം. കഴിയുമെങ്കിൽ സ്വർണ്ണക്കടക്കാരനെയും അയാളുടെ കടയിൽ നിന്നും വാങ്ങിയ ഈ ബ്രേസ്ലെറ്റും നമുക്ക് കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞ നമ്മൾ വിജയിച്ചു. മാഡം ഫോട്ടോ ഇട്ടോളൂ, ഞാൻ ഇപ്പൊ തന്നെ കാര്യങ്ങൾ മൂവ് ചെയ്യാം. ആ ശരി അനു. ആ ശരി മാഡം. മാഡം, നമ്മളിപ്പോ എങ്ങോട്ടായി പോകുന്നത്? നമുക്കിനി ഇതും കൊണ്ട് കോടതിയിലെത്തണം. നമ്മൾ ഈ യാത്ര പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇനി കാണേണ്ടവരെ മറ്റാരൊക്കെയോ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജ്യോതി. ഈ കേസിൽ വിഷ്ണുവേട്ടൻ നിരപരാധിയാണെന്ന് ഈശ്വരനറിയാം. അതിന്റെ ഏറ്റവും വലിയ തെളിവാ നമുക്ക് കിട്ടിയ ഈ ബ്രേസ്ലെറ്റ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ആളും നമ്മളുമായി സഹകരിക്കുകയാണെങ്കിൽ അതും നമുക്ക് കോടതിയിൽ ഗുണമാവും. എനിക്ക് ഉറപ്പുണ്ട് നമ്മളെല്ലാ തടസ്സങ്ങളും അതിജീവിക്കും. അല്ലാതെ മറ്റൊരു വഴിയില്ല. എന്തോന്ന് ആലോചനയാണ് ഇത്? ഒരു ACB വന്ന് തൊണ്ട പൊട്ടി വിളിച്ചിട്ടും കേൾക്കുന്നേ ഇല്ലല്ലോ. അതോ ഇനി കേട്ടിട്ട് കുറച്ചെടുത്ത് വിളിക്കട്ടെ? ഉടനെ അങ്ങ് വിളിക്കേട്ട് അനുസരണ കാണിക്കാൻ ഇത് പള്ളിക്കൂടമൊന്നും അല്ലല്ലോ എന്നുള്ള ഭാവമായിരിക്കും അല്ലടാ. എടോ, ഞാൻ പറയുന്നൊന്നും ഇവന് അത്ര പിടിക്കുന്നില്ല കേട്ടോ. പുറത്തോട്ട് ഇറങ്ങുമ്പോ ഒന്ന് ശ്രദ്ധിച്ചോണം. തരത്തിന് കിട്ടിയാലേ ചിലപ്പോ എന്നെ ഒന്ന് ഞോളിക്കളയുള്ള ദേഷ്യമുണ്ട് ചെക്കന്. അത് പിന്നെ ഉണ്ടാതിരിക്കോ സാറേ? അമ്മാതിരി ചെയ്തല്ലേ സാർ ചെയ്തത്? എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ച അവര് ഭാര്യയും ഭർത്താവ് ഒന്നിക്കാൻ പോയത്. അപ്പോഴേക്കും വിലങ്ങുമായി സാറവിടെ എത്തിയില്ലേ? ആ ഉണ്ടോടാ, അതിന് നിനക്ക് എന്നോട് വരവുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, മുഖത്ത് നോക്കി, ആണുങ്ങളെ പോലെ പറടാ. വൈരാഗ്യം ഉണ്ടോന്ന്? എവന്റെ നാവെന്താടോ അണ്ണാക്കിലോട്ട് ഇറങ്ങിപ്പോയോ? താനേ ആ ലാത്തി എടുത്തൊന്ന് കുത്തി നോക്കിയേ. സംഗതി ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കുത്തി എടുക്കാമല്ലോ. ഒരുപാട് വയറ്റരച്ച ഞാനത് വലിച്ചു പറിച്ച് ഹാങ്ങറിൽ തൂക്കുമെന്ന് അവനറിയാം, നന്നായിട്ടറിയാം. അതുകൊണ്ടാ അവൻ ഈ മൗനവ്രതത്തിയിരിക്കുന്നത്. അവനവന്റെ തടി നോക്കേണ്ടത് അവനവന്റെ ചുമതലയാണല്ലോ.
നീ എന്താ പേടിപ്പിക്കുക? നിന്ന് തന്നതാ ബോസേ. നാവുണ്ടോന്ന് പരിശോധിക്കണ്ടേ? അപ്പൊ നിന്റെ ആ പഴയ ശൗര്യൊന്നും അടങ്ങിയിട്ടില്ലല്ലേ? അതെങ്ങനെ അടങ്ങാനാ ചന്ദ്രബോസേ? ഈ അണലി വർഗത്തിൽപ്പെട്ടൊരു പാമ്പുണ്ട്. സഞ്ചരിക്കുന്നത് വളരെ പതുക്കെയാ. പക്ഷെ കടിച്ച 100 മുകളിലോട്ട് എടുക്കുന്ന. അപ്പൊ നീ ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയല്ലേ ഓരോരുത്തരായിട്ട് മുകളിലോട്ട് എടുക്കാൻ? അല്ലടാ, ഞാൻ എന്റെ കൈക്ക് വന്ന് വീണിരിക്കാ. നീ അടങ്ങി നിന്നില്ല ഉണ്ടല്ലോ, നിന്റെ കൂമ്പിടിച്ച് ഞാൻ വാട്ടും. സാർ അതിലൊക്കെ PhD എടുത്തിട്ടുള്ള ആളാണെന്ന് എനിക്കറിയാം. ആ കലാപരിപാടി എന്റെ ദേഹത്തെടുക്കാൻ സാറിന് നല്ല ആഗ്രഹമുണ്ടോന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ ബോസ് സാറേ. എന്താടാ, ഭീഷണിയാണോ? നിന്റെ ആ മറ്റവള് കളക്ടറായിട്ടിരിക്കുന്നതിന്റെ അഹങ്കാരമാണോടാ? എങ്കിൽ ഇപ്പൊ തന്നെ കാണിച്ചു തരാം. എന്റെ അടിയുടെ ഇടിയുടെ ചൂട് ഒരിക്കൽ നീ അനുഭവിച്ചിട്ടുള്ളതാ. ഒന്നുകൂടെ വേണോ നിനക്ക് വാശിയാണെങ്കിൽ തരടാ. ലോക്കോ പോർക്കണോ സാർ? യവനായിട്ട് 2 പൊട്ടിച്ച ഇവന്റെ കളക്ടർ വേണം എന്താ ചെയ്യാന്ന് എനിക്കത് കാണണമല്ലോ. ഇങ്ങോട്ട് വാറി. സാറേ, കോടതി കൊണ്ടുപോകേണ്ടതാ. വല്ല മുറിവോ ചതവോ വല്ല ഉണ്ടായ പണി കാണും. ഓ, നിന്റെ നാവാട്ടം അതുകൊണ്ടായിരുന്നു അല്ലടാ. പക്ഷെ സമയമുണ്ടല്ലോ നിനക്കും എനിക്കും. തന്നോളാം ഞാൻ. എല്ലാത്തിനും കൂടി ഒരുമിച്ച് ഞാൻ തന്നോളാടാ. സാറിന്റെ ഇഷ്ടം? ഓ, എന്റെ ഇഷ്ടത്തിന്റെ കിടക്ക് നീ എടുക്കാൻ തുടങ്ങിയാൽ നീ അത് താങ്ങത്തില്ലടാ. അത് എടുത്തു നോക്കിയാലല്ലേ ബോസെ പറയാൻ പറ്റൂ. എന്നിട്ട് തീരുമാനിക്കാൻ താങ്ങുന്നതാണോ അല്ലെന്ന്. എന്താടാ, നിനക്ക് ജീവിക്കണമെന്നില്ലടാ. ജീവിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. നല്ലൊരു ജീവിതം കിട്ടാനാ പഴയ പണിയൊക്കെ നിർത്തിയിട്ട് നല്ല പിള്ള ഇമേജ് സ്വീകരിച്ച്. പക്ഷെ അതിലൊന്നും കാര്യമില്ലെന്ന് മനസ്സിലായപ്പോ പഴയതൊക്കെ ഇപ്പൊ പൊട്ടി തട്ടിയെടുത്താലൊന്ന് ആലോചിക്കപ്പോ. അപ്പൊ പെടുവരണോ നീ ആഗ്രഹിക്കുന്നതല്ലേ? ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ മരിക്കുന്ന തന്നെയാ നല്ലത്. അതിപ്പോ എങ്ങനെ മരിച്ചാൽ എന്താല്ലേ? പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ഞാൻ ചെയ്തു തീർക്കേണ്ടത് എല്ലാം ചെയ്തു തീർത്തിട്ടേ മരിക്കൂ. നല്ല വെട്ടിപ്പായിട്ട് തീർത്തിട്ടേ പോവുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.